ഉല്ലാസ് ബാബു, പാലക്കാട്ട് നിങ്ങൾക്ക് സംഭവിച്ചത് എന്താണ് എന്നാണ് നിങ്ങളുടെ വിലയിരുത്തൽ? ഇപ്പോൾ ഫലം വന്നിട്ട് ഏതാനും മണിക്കൂറുകളാവുകയാണല്ലോ. പ്രത്യേകിച്ച് ഒക്കെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, പരിധിയിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ. അടിസ്ഥാനപരമായി നിങ്ങൾക്കുള്ള വോട്ടുകളെല്ലാം അത് കൃത്യമായി അവിടെ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയുമ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമൊക്കെയായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ വലിയ കുറവ് അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട് എന്നതാണ്. ഡീലിനെ കുറിച്ചൊക്കെ ഇതിനോടകം തന്നെ CPIM പലതരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. വോട്ട് മറിച്ചിട്ടുണ്ട് BJP-യിൽ നിന്ന് എന്ന്. അപ്പോൾ നിങ്ങളുടെ വിലയിരുത്തൽ എന്താണ്? ഇത്രയധികം ഒരു കുറവിലേക്ക് കാര്യങ്ങളെ കൊണ്ടു ചെന്നെത്തിച്ചത് എന്തായിരിക്കാം? അല്ല, ഡീലും ഡീലൊന്നും ഇല്ലെന്ന് അതൊക്കെ സ്വാഭാവികമായിട്ട് പരാജയപ്പെടുമ്പോഴുണ്ടാകുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്ക് നമ്മുടെ എന്ത് ഡീല്? ബൽറാംജി, ഞങ്ങളുടെ സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു, എല്ലാവിധ അഭിനന്ദനവും. സ്വാഭാവികമായിട്ട് അനുവദിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പാർട്ടി മത്സരിക്കുന്നു. ആ മത്സരിക്കുമ്പോൾ വിജയങ്ങളും പരാജയങ്ങളും ഒക്കെ ഉണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ പരാജയപ്പെടുത്തി, CPM-നെ പരാജയപ്പെടുത്തി ഒന്നാം സ്ഥാനത്തേക്ക് നിയമസഭയിലേക്ക് പാലക്കാടിൽ നിന്ന് കൃഷ്ണകുമാർ പോകണമെന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. ആ ആഗ്രഹത്തിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ ആത്മാർത്ഥമായി പണിയെടുത്തതും കഷ്ടപ്പെട്ടതും. സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് ഇത്തവണ അത് സംഭവിച്ചിട്ടില്ല. അത് 100% ഞങ്ങൾ വിലയിരുത്തേണ്ടതാണ്. ഇപ്പോ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന് 1 മണിക്കൂറിനുള്ളിൽ വിലയിരുത്തിയെന്ന് ചോദിച്ചാൽ അത് സാധ്യമല്ല. സ്വാഭാവികമായിട്ട് പാർട്ടി നേതൃത്വം അത് കൃത്യമായിട്ട് നോക്കുകയും ചെയ്യും. എവിടെയാണ് ഞങ്ങൾക്ക് പിഴവുണ്ടായത്, എവിടെയാണ് ഞങ്ങൾ വിചാരിച്ച കാര്യം നടക്കാതെ വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കുകയും അതിന് വേണ്ടുന്ന ഞങ്ങളുടെ പാർട്ടിപരമായിട്ടുള്ള തിരുത്തലുകൾ ഉണ്ടാവുകയും ചെയ്യും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരള സർക്കാരിന്റെ പ്രവർത്തനത്തിനെതിരായിട്ടുള്ള ആന്റി ഇൻകം ടാക്സിയാണോ മറ്റ് പലതുമാണോ, അതിനകത്ത് ഈ നേരത്തെ പറഞ്ഞ പോലെ CPI ഇന്ന് നടത്തിയിട്ടുള്ള ജാഥയടക്കമുള്ള കാര്യങ്ങളിൽ വർഗീയ രൂപീകരണം നടന്നിട്ടുണ്ടോ ഇത്യാദി കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ അത് പഠിച്ചിട്ട് തന്നെയാണ് നമുക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ. നിലവിൽ കോൺഗ്രസിന്റെ വ്യക്തി ജയിച്ചിരിക്കുന്നു. അദ്ദേഹം 18,000-ത്തിന് മേലെ വോട്ടിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് സന്തോഷമില്ല, പക്ഷെ ഞങ്ങൾക്ക് ദുഃഖവുമില്ല. കാരണം ഞങ്ങളുടെ നിലവിൽ MLA വേണ്ട, ഞങ്ങൾക്ക് ഇതുവരെ പാലക്കാട് ജയിക്കാനും സാധിച്ചിട്ടില്ല. പക്ഷെ ഇത്തവണ ഞങ്ങൾക്ക് അത് പ്രതീക്ഷയുണ്ടായിരുന്നു, വലിയ പ്രതീക്ഷയായിരുന്നു. ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റിരിക്കുന്നു. അതെന്തായാലും ഞങ്ങൾ 100% പരിഹരിച്ച് 1.5 കൊല്ലം ഉണ്ടല്ലോ. അതെ, കഴിഞ്ഞ തവണ ശ്രീധരൻ 50,000 വോട്ട് വാങ്ങിയിടത്താണ് ഇത്തവണ 39,549 എന്നതിലേക്ക് BJP എത്തി നിൽക്കുന്നത്. അപ്പോൾ ശ്രീധരന്റെ ഒരു വ്യക്തിപ്രഭാവം, അദ്ദേഹത്തിന്റെ കരിസ്മ, അതിന് കുറെ വോട്ടുകൾ അദ്ദേഹം സമാഹരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോലും ഈ നഗരസഭാ മേഖലയിലൊക്കെ ഉള്ള ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള കുറവ് എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് നമുക്ക് നിസാരവത്കരിച്ച് കളയാൻ കഴിയുന്നതല്ല എന്ന്